ദീർഘകാലമായി മലപ്പുറം ജില്ലയിലും സെക്രട്ടേറിയറ്റിനിടയിലുമെല്ലാം സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് SDP. എനിക്ക് തോന്നുന്നത് 2013 ഒരുപക്ഷെ മലപ്പുറം ജില്ല സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ മലപ്പുറം ജില്ലയിലെ പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി ഹർത്താലിന് ആഹ്വാനം ചെയ്തതും SDP ആയിരുന്നു. ഇവിടെ ഇത്തരമൊരു ജനാധിപത്യപരമായ സ്വാഭാവികമായൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഭരണകൂടം മാറി മാറി ഭരിച്ചവർ ഇതിന് വിഘാതം നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറയുന്നത്? നമുക്കറിയാം, പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ ഒരു നാടാണ് ഇന്ത്യ. അത് വളരെ പ്രശംസനീയമായി നടപ്പിലാക്കി എന്ന് പറയുന്നൊരു സ്റ്റേറ്റാണ് കേരളം. എന്താണ് പഞ്ചായത്ത് രാജിൻ്റെ പ്രത്യേകത? അധികാര വികേന്ദ്രീകരണമാണ്. എപ്പോഴും കേന്ദ്രീകൃതമായ അധികാരം ജനാധിപത്യത്തിൻ്റെ നന്മയോട് ചേർന്ന് പോകുന്നതല്ല എന്ന് മാത്രമല്ല, അത് ഭരണത്തിന് അസൗകര്യം സൃഷ്ടിക്കുന്നതും വികസനത്തിന് തടസ്സം നിൽക്കുന്നതുമാണ്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്ന് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ളൊരു ഭരണകൂടം അഥവാ ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിക്ക് നിയമത്തിന് വിധേയമായി ആ പൗരസമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും സൗകര്യമൊരുക്കി കൊടുക്കുക എന്നത് സ്വാഭാവികമായ ബാധ്യതയാണ്. അതിനു വേണ്ടിയാണ് ഒരു ഭരണകൂടത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഭരണമാറ്റം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഭരിക്കുന്നവർ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വരുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു സംവിധാനത്തിൽ ജനങ്ങൾ അധികാരത്തിലെത്തുകയാണ്. എന്താണ് ഇതിൽ വോട്ടർമാരുടെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെന്ന നിലയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിന് ലഭ്യമാകേണ്ട അർഹമായ വിഹിതം, അവകാശം ലഭ്യമാകണം. പാടില്ല. പൊതുഫണ്ട് വിനിയോഗിക്കുന്നിടത്ത് വിവേചനമുണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ജാതി മത താല്പര്യം പരിഗണിച്ചുകൊണ്ട് സമീപിക്കേണ്ടതല്ല, നിർമ്മിക്കേണ്ടതല്ല, രൂപം കൊടുക്കേണ്ടതല്ല വികസന രേഖ അല്ലെങ്കിൽ വികസന സങ്കല്പം, വികസനം പ്രയോഗവൽക്കരിക്കൽ എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ ഒരു അടിസ്ഥാന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ വേണം മലപ്പുറം ജില്ലാ വിഭജനം എന്ന പ്രമേയത്തെ, ആവശ്യത്തെ, ഡിമാൻഡിനെ നാം കാണാൻ. മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവർ ആര് എന്നതല്ല പ്രശ്നം, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ആര് താമസിച്ചു എന്നതുമല്ല പ്രശ്നം. ഞാൻ പത്തനംതിട്ട പറയാനുള്ള കാരണം, പത്തനംതിട്ട ജില്ല വിഭജിച്ച് പത്തനംതിട്ട ജില്ല കൊല്ലം ജില്ല വിഭജിച്ച് പത്തനംതിട്ട ജില്ല രൂപീകരിക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഈ കേരളത്തിൽ നടന്നിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കൊല്ലം ജില്ലയോട് ചേർന്ന് കിടന്നിരുന്ന ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ട ജില്ല. കരുണാകര ഗവൺമെന്റ് എന്ന് കരുണാകരനെ പിന്തുണച്ച KK നായർ, പത്തനംതിട്ടയിൽ ജയിച്ചു വന്ന KK നായർ അന്ന് കരുണാകരനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒറ്റ ഡിമാൻഡാണ് പത്തനംതിട്ട ജില്ല രൂപീകരിക്കണമെന്ന്. എവിടെയും ഒരു വിവാദം ഉണ്ടായിട്ടില്ല. എന്തിനാണ് പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്ന ഒരാളും ചോദിച്ചിട്ടില്ല. എന്നാൽ സാമൂഹ്യ നീതിപരമായി ജനസംഖ്യ ആനുപാതികമായി വിഭജിക്കേണ്ട ജില്ലയായിരുന്നില്ല, രൂപം കൊടുക്കേണ്ട ജില്ലയായിരുന്നില്ല പത്തനംതിട്ട ജില്ല. ഐക്യകേരളം രൂപപ്പെടുമ്പോൾ 4 ജില്ലയാണ് ആകെ കേരളത്തിലുള്ളത്. അത് 14 ജില്ലകളായി മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, കരുണാകരൻ ഒരിക്കൽ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ ഇനി ഒരു ജില്ല രൂപീകരിക്കുമെങ്കിൽ 15ാമത്തെ ജില്ല എൻ്റെ നാടായ മൂവാറ്റുപുഴ ജില്ലയായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ജനസംഖ്യാനുപാതികമായ യുക്തി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത്, അങ്ങനെ ഭരണകൂടം ഉത്തരവാദിത്വ ബോധത്തോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ കേവലം KK നായരുടെ പിന്തുണ മാത്രമല്ല, പത്തനംതിട്ട ജില്ല രൂപീകരിക്കൽ ആ നാടിന്റെ വികസനത്തിന് നിദാനമാണ് എന്ന തിരിച്ചറിവാണ് ഒരു ഭരണകൂടത്തിനെ പ്രേരിപ്പിച്ചതെങ്കിൽ, കരുണാകരൻ ന്യായമായി മാറിയതെങ്കിൽ ഒരാളും അതിനെ പ്രതിഷേധിച്ചിട്ടില്ല. മലപ്പുറം ജില്ലക്കാർ പറഞ്ഞില്ല, എന്തിനാണെന്ന് ചോദിച്ചില്ല.
അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ മലപ്പുറം ജില്ല എന്ന ഈ ജനസാന്ദ്രതകൾ 50 ലക്ഷത്തോളം ജനങ്ങൾ പാർക്കുന്ന ജില്ല, സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ജില്ല, അനിവാര്യമായി വിഭജിക്കണമെന്ന ജനാധിപത്യപരമായ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വിഭജനം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് അത് വർഗീയവാദികളോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംഘപരിവാർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണിവരെല്ലാം നോക്കുന്ന ഒരു പ്രദേശത്തെ ജനതയുടെ സാംസ്കാരികമായ പാർക്കുന്നതെന്ന ഒറ്റ കാരണം കൊണ്ട് സാമ്പ്രദായികമായി ഫാഷിസം സൃഷ്ടിച്ച അസഹിഷ്ണുത വക്താക്കളായി മാറി അനിവാര്യമായി വിഭജനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇടുക്കി, പത്തനംതിട്ട ജില്ല, അതുപോലെ കാസർഗോഡ്, വയനാട് ജില്ല, ഈ 4 ജില്ലയും ചേർന്നാൽ മലപ്പുറം ജില്ലയുടെ അത്രയും ജനസംഖ്യയില്ല. ഫണ്ട് വിഹിതം എങ്ങനെയാണ്? ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജില്ലകൾക്ക് വിഹിതം കൊടുക്കും. ഞാൻ അവിടെയാണ് പറഞ്ഞത്, വികസനം എന്ന് പറയുന്നത് ആരുടെയും ഉദാരതയല്ല, ഔദാര്യമല്ല. പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ മലപ്പുറം ജില്ലക്കാർ വോട്ട് ചെയ്യുന്നവരാണ്, മലപ്പുറം ജില്ലക്കാർ നികുതി കൊടുക്കുന്നവരാണ്. അതിനപ്പുറത്ത് വിദേശത്ത് പോയി കഠിനാധ്വാനം നടത്തി പൊതുഫണ്ടിലേക്ക്, ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പണം ശേഖരിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് മലബാറുകാർ. അങ്ങനെ വളരെ ധാർമ്മികമായി പോലും ഇവരുടെ ഡിമാൻഡ്, മലപ്പുറത്തിന്റെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് 4 ജില്ലകളേക്കാൾ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ, അപ്പൊ ചിലർ പറയുന്ന കണക്ക് എന്താണ്? അവിടെ വസിക്കുന്നവർ എന്താണ് അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. അല്ല, നമ്മുടെ കേരളത്തിൽ ആനുപാതികമായ വളർച്ചയ്ക്കപ്പുറത്തൊന്നും മലപ്പുറത്ത് നടക്കുന്നില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ വളരെ കൃത്യമായി നാം തിരിച്ചറിയേണ്ടത്, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ UDF-ന്റെ ആളുകളോട് ചോദിക്കുകയാണ്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട നമുക്ക് ബോധ്യമുണ്ട്. അവർ അസഹിഷ്ണുതയുടെ വക്താക്കളാണ്. അവരെപ്പോഴും ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ജീവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിനുവേണ്ടി മാത്രം രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് RSS. അതിന്റെ രാഷ്ട്രീയമാണ് BJP. അതാണ് നിന്റെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ അത് പറയുന്നുവെന്ന് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്നില്ല. അതിൽ നമുക്ക് പ്രതിഷേധമില്ല. കാരണം മാനുഷിക ബോധമില്ലാത്ത, ജനാധിപത്യ മര്യാദയില്ലാത്ത, വംശഹത്യയിൽ മുൻമൂലത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഫാഷത്തോട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യൻ ഗവൺമെന്റും അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ മലപ്പുറം ജില്ല പൊതുവായ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇവിടെ പരാമർശിച്ചല്ലോ സ്വാഗത പ്രഭാഷകൻ. എന്താ പറഞ്ഞത്? പള്ളിക്കൂടത്തിന്റെ കണക്കെടുക്കട്ടെ. +2-ന്റെ കാര്യം മാത്രമല്ല, +2-വിനെല്ലാം ഞാൻ പരാമർശിക്കപ്പെട്ട തിരുവിതാംകൂറിലെ തെക്കൻ കേരളത്തിലെ ഒരുപാട് സ്കൂളുകളിൽ ഏറ്റവും പ്രിയമുള്ള പല ബ്രാഞ്ചും +2-വിനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ പോലും മലപ്പുറത്തിന്റെ ജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കണ്ടെത്തി പഠിക്കാൻ അവസരമില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ യുക്തി? എന്താണ് ഇതിന്റെ ന്യായം? അതിൽ പതിയിരിക്കുന്ന അപകടം എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞത്, മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ വെച്ചുകൊണ്ട് വികസനം എത്തണം. വികസനം ആരുടെയും ഔദാര്യമല്ല, അത് അപകടം. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ല. ഇവിടെ ഒരുപക്ഷെ പരാമർശിച്ചിട്ടുണ്ടാകാം, പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു. എന്നാൽ അതുപോലെ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു മലപ്പുറം ജില്ലയ്ക്ക്. 50 ലക്ഷം ജനങ്ങളുടെ അടുത്തൊരു മെഡിക്കൽ കോളേജ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നത് ഏകദേശം 2 ലക്ഷത്തോളം, 1,86,000-ത്തിലധികം ആളുകൾക്ക് ഈ മലപ്പുറത്ത് ഒരു ഹെൽത്ത് സെന്റർ മാത്രമാണുള്ളത്, ഒരു ആരോഗ്യ കേന്ദ്രം മാത്രമാണുള്ളത്. അതാണ് മലപ്പുറത്തിന്റെ സ്ഥിതി. എന്നാൽ മറ്റ് ജില്ലകളിലോ, ഞാൻ പറയുന്നത് 5 ലക്ഷം ജനങ്ങളുള്ള ജില്ലയ്ക്ക് അല്ലെങ്കിൽ 7 ലക്ഷം ജനങ്ങളുള്ള ജില്ലയ്ക്ക് അനുവദിക്കുന്നത് തന്നെ മാത്രമാണ് മലപ്പുറം ജില്ലയ്ക്കും അനുവദിക്കുന്നത്. എന്ത് ഉത്തരവാദിത്തമാണ് ഭരണകൂടത്തിലുള്ളത്? എന്ത് ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിനുള്ളത്? എന്ത് ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത്? ഇത്രയും പ്രകടമായ വിവേചനം ആരോഗ്യ മേഖല. അപ്പോൾ ചോദിക്കും, എന്നിട്ടോ മലപ്പുറത്തൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ചിട്ട് ജില്ലാ കളക്ടർ വ്യവസായ പ്രമുഖരുടെ യോഗം വിളിച്ചു, അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? 10 കോടി സ്വരൂപിക്കുന്നു മലപ്പുറം ജില്ലയിൽ നിന്നും. 10 കോടിയല്ലേ? 10 കോടി സ്വരൂപിക്കുന്നു. എന്തിനു വേണ്ടിയാ? മലപ്പുറം
സർക്കാർ അനുവദിച്ച മെഡിക്കൽ കോളേജ് വിപുലീകരിക്കുന്നതിന് വേണ്ടി, അവിടെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ, ഞാൻ വളരെ കൃത്യമായി ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ജില്ലാ കളക്ടർ സർക്കാർ പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു പദ്ധതിക്ക് സഹായകരമായി വരാൻ, അതിന്റെ പൂർത്തീകരണത്തിന് ഇത്തരം ഒരു പിരിവ് നടത്തിയതായി കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ മലപ്പുറത്ത് അതാണ് ചെയ്യുന്നത്. മലപ്പുറത്തിന്റെ ഈ കാണുന്ന ചില വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അതിന്റെ ഗുണഭോക്താക്കളും നിങ്ങൾ അതിന്റെ നിർമ്മാതാക്കളുമാണ്. പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് തങ്ങളുടെ മക്കളെങ്കിലും അക്ഷരം പഠിക്കട്ടെ എന്ന ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ജീവിതം മുഴുവനും പ്രവാസ ലോകത്ത് ഹോമിച്ചതിന്റെ പരിണിതിയാണ്, അതിന്റെ ഗുണഫലങ്ങളാണ് ഇന്ന് മലപ്പുറത്ത് കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഞാൻ അതോടൊപ്പം തന്നെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയാറുണ്ട്, മുസ്ലിം സമുദായത്തിന് മലപ്പുറം ജില്ലയ്ക്ക് സർക്കാർ എന്തോ വാരിക്കോരി കൊടുത്തുവെന്ന്. ഞാൻ ഈ പൊതുവേദിയിൽ വെച്ച് പറയട്ടെ, ഈ കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ല എവിടെയെങ്കിലും സർക്കാർ കൊടുത്ത സ്ഥലത്ത്, സർക്കാർ ദാനമായി കൊടുത്ത സ്ഥലത്ത് ഒരു LP സ്കൂൾ പോലും ഈ സമുദായം നടത്തുന്നില്ല. ഞാൻ സാമുദായികമായി പറയേണ്ടി വന്നതാണ്. ആക്ഷേപിക്കുന്നവർ എന്തൊക്കെയാണ് പറയുക? 1 സെന്റ് ഭൂമിയിൽ പോലും സർക്കാർ കൊടുത്തെടുത്ത്. പിന്നെ കേരളത്തിൽ കാണുന്ന, മലപ്പുറം ജില്ല ഉൾപ്പെടെ കാണുന്ന മുസ്ലിം ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. എന്താ അതിന്റെ ചരിത്രം? അതൊരു കാലത്ത് ദാനപ്രിയരായ, വഖഫ് ചെയ്യാൻ താല്പര്യമുള്ള തലമുറയ്ക്ക് വേണ്ടി സ്ഥലവും സമ്പത്തും കൊടുക്കുക മഹത്വമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ പൂർവികർ അവരുടെ അധ്വാനത്തിന്റെ വിഹിതം കൊണ്ട് നിർമ്മിച്ച സ്കൂളുകളുണ്ട്. അത്തരം സ്കൂളുകൾ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ആ മുസ്ലിം സ്കൂളിന്റെ പേരിനോടൊപ്പം ഗവൺമെന്റ് മുസ്ലിം സ്കൂൾ എന്ന് ചേർത്തതല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്കൂള് സർക്കാർ പണിത് തന്നതായി തെളിയിക്കാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല. കണ്ണട ചിരട്ടാക്കുകയാണ് ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ആരോഗ്യ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവ് വേണ്ടി വരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. കാരണം സർക്കാർ സംവിധാനമില്ല, സർക്കാർ സൗകര്യമൊരുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ജനങ്ങൾ അപകർഷതാബോധത്തിലുമാണ്. ഞങ്ങളെങ്ങാനും ചോദിച്ചു പോയാൽ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞാൽ വിഭജിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യപരമായി ഒരു ഭരണകൂടം നിർവഹിക്കേണ്ട സ്വാഭാവികമായ ഉത്തരവാദിത്തമാണ്, ധർമ്മമാണ്. ഭരണകൂടം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഈ സമരത്തിന് തുടക്കം കുറിച്ചവർ സോഷ്യൽ ഡെമോക്രാറ്റുകളെന്ന ഈ പ്രസ്ഥാനത്തിന്റെ മലപ്പുറത്തിന്റെ ചുണക്കുട്ടികളാണ്. ഞാൻ അഭിമാനത്തോടെ അഭിവാദം ചെയ്യുകയാണ്. പിന്നീട് പലരും ഏറ്റെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രമേയം അവതരിപ്പിച്ചു, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ പ്രമേയം അവതരിപ്പിച്ചു. അങ്ങനെ മലപ്പുറം ജില്ല വിഭജിക്കുന്ന ജനാധിപത്യപരമായ, മാനുഷികമായ, സ്വാഭാവികമായ ഉത്തരവാദിത്തം ഭരണകൂടം നിർവഹിക്കേണ്ടതുണ്ട് എന്ന പൊതുവികാരം മലപ്പുറം ജില്ല രൂപപ്പെടുന്നു. നമുക്കതിൽ അപകർഷതാബോധം വേണ്ട, നിങ്ങൾക്കതിൽ അപകർഷതാബോധമുണ്ട് മലപ്പുറം ജില്ലക്കാർക്ക്. കാരണം നിങ്ങൾ ആരുടെയും ഔദാര്യമല്ല ചോദിക്കുന്നത്, അനാവശ്യമായൊന്നുമല്ല ചോദിക്കുന്നത്, അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 50 ലക്ഷം ആളുകൾക്കും 7 ലക്ഷം ആളുകൾക്കും ഓരോ മെഡിക്കൽ കോളേജ്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പലപ്പോഴും പറയാറുണ്ട്, UDF ഗവൺമെന്റിൽ നിർണായകമായ എന്ന് പറഞ്ഞ റവന്യൂ വരുമാനത്തിന്റെ 50% കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന്. ഞാൻ രാഷ്ട്രീയമായി കേവലം ഒരു വിമർശനമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റവന്യൂ വരുമാനത്തിന്റെ 50% എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ, ഞാൻ അങ്ങനെ പറയുന്നത് മലപ്പുറം ജില്ല രൂപം കൊണ്ടൊരു പശ്ചാത്തലമുണ്ട്. ഈ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ഞാനിത് വളരെ സത്യസന്ധമായി വിലയിരുത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്, വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അതെല്ലാം രാജ്യത്തിനും നാടിനും ജനങ്ങൾക്കും ഭരണഘടനയ്ക്കും വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തെ നോക്കി ചെയ്യേണ്ടതല്ല വോട്ട്. പാരമ്പര്യമായി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കേണ്ടതല്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് പൊന്നാനിക്കാർ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഏണിക്കാൻ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കൈപ്പത്തിക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യണേ എന്ന ആ ഒരു സാമ്പ്രദായികമായ അധമബോധം തിരുത്തിക്കൊണ്ട് ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പൗരനാണ് ഒരു പൗരന്റെ, ഞാൻ ആവർത്തിച്ചു പറയുന്ന സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയ അപകടത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യം വരുന്നത്, ഒരു പൗരത്വം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ടതാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും മഹിതമായ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഏറ്റവും വലിയ ഉത്തരവാദിത്വ നിർവഹണമാണ്. രാഷ്ട്രഭാവിയെക്കുറിച്ച് തീരുമാനിക്കാൻ, ഭരണഘടന നടപ്പിലാക്കാൻ. ഞാൻ പറയുന്നത്, ഒരു പക്ഷേ ഈ സാമ്പ്രദായികത, അത് പാണക്കാട് എന്ന് പറഞ്ഞാലും, അത് പിണറായി സഖാവ് പറഞ്ഞാലും,
അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതോ നേതാക്കൾ പറഞ്ഞാലും അതൊക്കെ കേട്ട് ഞങ്ങൾ വോട്ട് ചെയ്യും, അതിനപ്പുറത്ത് ഞങ്ങൾക്കൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഈ നാടിനോട്, ഈ രാജ്യത്തോട്, വരാൻ പോകുന്ന തലമുറയോട് കാണിക്കുന്ന അനാസ്ഥയാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. കാരണം ഇപ്പോഴും ഞാൻ അതാണ് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഡിമാൻഡ് വെച്ച് സമരം ചെയ്യേണ്ട സ്ഥിതിയാണ്. ഒരു സ്റ്റേറ്റ് ക്യാബിനറ്റിന് ആവർത്തിക്കട്ടെ, പത്തനംതിട്ടയിൽ രൂപം കൊടുത്തതുപോലെ ഒരു കെ നായർ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട്, ഒരു MLA യുടെ ഒറ്റ പിൻബലം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് ക്യാബിനറ്റ് തീരുമാനിച്ച് അടിയന്തരമായി നടപ്പിലാക്കിയ പത്തനംതിട്ടയില്ല പോലെ ആരും അവരെ പ്രക്ഷോഭം നടത്തിയിട്ടില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് എന്നിരുന്നാൽ ബുധനാഴ്ചത്തെ ക്യാബിനറ്റിൽ അജണ്ട വെച്ചാൽ, ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചാൽ, സാമാന്യ മര്യാദയുള്ളവരാണെങ്കിൽ, മാനുഷികമായ ധർമ്മമുള്ളവരാണെങ്കിൽ, ജനാധിപത്യ ബോധമുള്ളവരാണെങ്കിൽ, വോട്ടർമാരോട് കടപ്പാടുള്ളവരാണെങ്കിൽ, സാമൂഹ്യ നീതിയിൽ വിശ്വാസം പുലർത്തുന്നവരാണെങ്കിൽ, അത്തരം ഒരു പൊതു രാഷ്ട്രീയ മര്യാദ അല്പമെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ ഈ ക്യാബിനറ്റ് തീരുമാനിക്കേണ്ടതാണ്. ഇടതുപക്ഷ ക്യാബിനറ്റിന് തീരുമാനിക്കാവുന്ന ഒന്നാണ് മലപ്പുറം ജില്ലയുടെ വിഭജനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയും വയനാട് ജില്ലയും പത്തനംതിട്ട ജില്ലയും ഇടുക്കി ജില്ലയും നാലും കൂടി ചേർന്നാൽ ഉള്ളതിനേക്കാൾ ജനങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ നാഗാലാൻഡ് ഉൾപ്പെടെ ഏകദേശം 8ഓളം സ്റ്റേറ്റുകളെക്കാൾ ജനസംഖ്യ മലപ്പുറം ജില്ലയിലുണ്ട്. അവിടെയൊക്കെ സ്വതന്ത്രമായ ക്യാബിനറ്റ് ഉണ്ട്. നമ്മൾ ആലോചിച്ച്, അപ്പൊ ഇതെന്താ അതിന്റെ ഗുണമെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗുണമെന്ന് പറയുന്നത് 2 കളക്ടറേറ്റ് വരും. അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത് അധികാര വികേന്ദ്രീകരണം. അതാണ് ജനാധിപത്യത്തിലെ പഞ്ചായത്ത് സംവിധാനം. നമുക്ക് നാട്ടുകാർക്ക് തീരുമാനിക്കാം, വേണ്ടതുപോലെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നാടിന്റെ തദ്ദേശീയമായ വികസനം ജനങ്ങൾ തീരുമാനിക്കുന്നു. എവിടെയാണ് ഒരു ലൈബ്രറി വേണ്ടത്, എവിടെയാണ് ഒരു പൊതു പൈപ്പ് വേണ്ടത്, എവിടെയാണ് റോഡ് നിർമ്മിക്കേണ്ടത്, ആർക്കാണ് വീട് കൊടുക്കേണ്ടത്, അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുൻഗണനാ ക്രമമനുസരിച്ച് ഒരു പഞ്ചായത്ത്, ഒരു വാർഡിൽ ആ പ്രദേശത്തെ ജനങ്ങൾ ഒരുമിച്ച് കൂടി തീരുമാനിക്കുന്ന പ്രശംസനീയമായ ജനാധിപത്യത്തിന്റെ ഒരു സൂര്യ തേജസ്സാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം, അധികാര വികേന്ദ്രീകരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ ഗുണഫലങ്ങൾ ഒരുപാടുണ്ട്. എന്നതുപോലെ 50 ലക്ഷം ആളുകൾ ഒരു കളക്ടറേറ്റിനെ ആശ്രയിക്കേണ്ടി വരികയാണ്. എന്നാൽ കേരളത്തിൽ 5 ലക്ഷം ആളുകൾക്ക് ആശ്രയിക്കാൻ കളക്ടറേറ്റ് ഉണ്ട്. അതുപോലെ 5 ലക്ഷം ആളുകൾക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. 50 ലക്ഷം ആളുകൾക്ക് ഒരു മെഡിക്കൽ ഓഫീസുകളുടെ കണക്ക് പരിശോധിക്കണം. മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ, എന്തെങ്കിലും ഇവിടെ ഗവൺമെന്റിന്റെ, നിങ്ങളൊന്ന് പാലായി പോയി നോക്കണം, പാലാ മണ്ഡലത്തിൽ പോയി നോക്കണം, മധ്യ കേരളത്തിൽ പോയി നോക്കണം. ഞാൻ